ഇന്ന് നമുക്ക് കുട്ടികളുടെ ജോയിന്റ് പെയിനെ കുറിച്ച് സംസാരിക്കാം. കുട്ടികൾക്ക് ജോയിന്റ് പെയിൻ വരുന്ന സമയത്ത് സെപ്റ്റിക് ആർത്രൈറ്റിസ്, അതായത് നമ്മുടെ മുട്ടിൽ വരുന്ന ഇൻഫെക്ഷൻ ഒരു കാരണവശാലും മിസ്സായി പോരുത്. മിസ്സായാൽ നമ്മുടെ പെർമനന്റ് ഡാമേജ് ഉണ്ടാവും. അതായത് നമുക്ക് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മുട്ട് ഡാമേജ് ആയി കുട്ടികൾക്ക് പിന്നെ ഭാവിയിൽ നടക്കാൻ പറ്റാതെ പോകും. അപ്പോൾ സെപ്റ്റിക് ആർത്രൈറ്റിസ് മിസ്സാകാതിരിക്കാൻ വേണ്ടി ഒരു നിമോണിക് ഉണ്ട്. ഞാൻ എപ്പോഴും പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വെറ്റ് ഫീവർ. ഈ ഒരു ക്രൈറ്റീരിയയുടെ പേരാണ് കോച്ചേഴ്സ് ക്രൈറ്റീരിയ, KOCHER. ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി വെറ്റ് ഫീവർ എന്ന് ഓർക്കുക. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബിയർ ചെയ്യാൻ പറ്റില്ല, അതായത് കുട്ടിക്ക് കാല് തറയിൽ ഊന്നി നടക്കാനായിട്ട് പറ്റില്ല, അതാണ് ഫസ്റ്റ്. E എന്ന് പറഞ്ഞാൽ എലിവേറ്റഡ് ESR ചെക്ക് ചെയ്യുമ്പോൾ 40 mm/h മുകളിലായിരിക്കും വാല്യൂ. 3 എന്ന് പറയുമ്പോൾ T എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൗണ്ട് ഹൈ ആയിരിക്കും, ടോട്ടൽ കൗണ്ട് 12,000/mm³ മുകളിലായിരിക്കും. F എന്ന് പറഞ്ഞാൽ ഫീവർ 38.5 ഡിഗ്രി അല്ലെങ്കിൽ 101.3 ഡിഗ്രിയുടെ മുകളിലായിരിക്കും പേഷ്യന്റെ വാല്യൂ. ഇതിനകത്ത് എത്രയാണോ ഹയർ അത്രയും ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരെണ്ണം മാത്രം പോസിറ്റീവ് ആയാൽ 3% ഈ കുട്ടിക്ക് സെപ്റ്റിക് ആർത്രൈറ്റിസ് വരാൻ സാധ്യത. 2 പോസിറ്റീവ് ആയാൽ 40% ചാൻസ് ഉണ്ട്. 3 പോസിറ്റീവ് ആയാൽ 93%, 4 പോസിറ്റീവ് ആയാൽ 99% ഉണ്ട് സെപ്റ്റിക് ആർത്രൈറ്റിസ് ആയാൽ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പെർമനന്റ് ഡാമേജ് കുട്ടികളുടെ കാലിനുണ്ടാവും. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകളുണ്ടെങ്കിൽ ധാരാളം ജീവനോട് രക്ഷിക്കാൻ പറ്റും. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.